ഹായ് ഓൾ, ഇന്ന് ഞാൻ നല്ല മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം 2 പഴം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലൂസ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട ശർക്കരയാണെങ്കിൽ അതെടുത്താൽ മതി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇനി 2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണിത്. ഇതിലേക്ക് അരച്ചു വെച്ച മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും ചേർക്കാം. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 4 മണിക്കൂർ ഇത് വെച്ചിട്ട് ചുട്ടെടുക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചുടുന്നതിന് മുമ്പ് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഈ ഒരു പരുവത്തിലെടുക്കണം. ഒത്തിരി തിക്കുമല്ല ഒത്തിരി ലൂസും അല്ലാത്ത പരുവമാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡ് വേവുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഉള്ള മാവ് ഇതിൽ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.